ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇപ്പോൾ റീസെൻ്റായിട്ട് പുറത്തിറങ്ങിയ ഒരു ചൈനീസ് ഡ്രാമയാണ് കേട്ടോ. ഡ്രാമയുടെ സ്റ്റാർട്ടിനെ കാണിക്കുന്നത് നമ്മുടെ ഈ ഡ്രാമയിലെ ഹീറോയിനാണ്. ഇവളാണെങ്കിൽ മരിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ചുറ്റും നോക്കാൻ കേട്ടോ. ഇവൾ സോളാണ്, ഇവളുടെ ഡെഡ് ബോഡിയുടെ അടുത്താണ് ഇവൾ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ടൈമിലേക്കാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ ഫാദറും സിസ്റ്ററും അതുപോലെ തന്നെ നമ്മുടെ ഹീറോയിനെ മാരേജ് ചെയ്യാൻ പോണ ചെക്കുണ്ടല്ലോ, ഫിയാൻസി, അവനും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവരൊക്കെ കാണുമ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. കാരണം വേറെ ഒന്നല്ല, ഇവരൊക്കെ കൂട്ടാണ് നമ്മുടെ ഹീറോയിനെ കൊന്നിട്ടുണ്ടായിരിക്കുക കേട്ടോ. എന്നിട്ട് ഇവരിവിടെ വന്ന് കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കരയാണ് കേട്ടോ. നീ ഞങ്ങളെ വിട്ട് പോയില്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് ബോയ് ഫ്രണ്ടും സിസ്റ്ററും അതുപോലെ ഭയങ്കര ആക്ടിങ് ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ട് നമ്മുടെ ഹീറോയിൻ പറയുകയാണ്, എന്തൊരു ആക്ടിങ് ആണ് ഇവർ ചെയ്യണത്, എന്നെ കൊന്നു കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് വന്ന് കരയണേന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ അവളെ ഫാദർ പറയുന്നുണ്ട്, മതി മതി ഇവിടെ ആരും ഇപ്പോൾ കാണാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അതേ സമയത്ത് ഇവരാണെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോയിൻ്റെ സ്വത്തുക്കളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവളെ കൊന്നിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഇതേ ടൈമിൽ തന്നെ ഉണ്ടല്ലോ ഒരു ഗൺ ഷൂട്ടിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഉണ്ടല്ലോ നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഇവർ പേടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവരാണെങ്കിൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇവരിടിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഹീറോയിൻ അതായത് ആത്മാവായിക്കൊണ്ടും അവൾക്കൊന്നും ചെയ്യാൻ പറ്റണില്ല കേട്ടോ. അപ്പോൾ ഗൺ ഷൂട്ടിങ്ങിന് ശബ്ദം കേട്ടില്ല. അവിടേക്ക് നോക്കുന്ന സമയത്ത് നമ്മുടെ സീരീസിലെ ഹീറോ വരുന്നുണ്ട് കേട്ടോ. ഇവനെ കാണുന്ന സമയത്ത് നമ്മുടെ ഹീറോയിൻ പറയുകയാണ്, ഈ ഡേവിൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്നാണ് അവൾ ചിന്തിക്കുന്നത് കേട്ടോ. നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇവൾക്ക് ഇഷ്ടമല്ല. എന്നിട്ട് ഹീറോ വന്നിട്ട് പറയാണ്, എനിക്കറിയാം എൻ്റെ മീനീനെ കൊന്നത് നിങ്ങളാന്ന് പറയുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഹീറോയിനെ കൊന്നത് അവരാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവർക്കാണെങ്കിൽ നല്ല പെട കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ ഡെഡ് ബോഡി കാണിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ഇവൻ വന്നു കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. പറയാണ്, നിന്നെ എനിക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ സോൾ ഉണ്ടല്ലോ അതൊക്കെ ഇവൾ കാണുന്നുണ്ട്. ഇവള് പറയാണ്, ഇവൻ എന്നോട് സ്നേഹം ഉണ്ടായിരുന്നൊക്കെയാണ് ചിന്തിക്കുന്നത് കേട്ടോ. നമ്മുടെ ഹീറോയിൻ ഇവനൊരു സൈക്കോ പോലെയൊക്കെയാണ് കണ്ടുണ്ടായിരിക്കുക. എന്നിട്ട് ഇവളാണെങ്കിൽ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ ഹീറോ അവിടെ ഷൂട്ട് ചെയ്തിട്ട് മരിക്കാൻ കേട്ടോ. അതായത് ഇവളോടൊപ്പം തന്നെ മരിക്കണം. അപ്പോൾ ഈ സമയത്ത് ഹീറോയിൻ പറയുന്നുണ്ട്, നെക്സ്റ്റ് ലൈഫ് ആണെങ്കിൽ എന്തായാലും ഞാൻ നിന്നെ ചൂസ് ചെയ്യുന്നു പറയുന്നുണ്ട്. ഈ മിസ്റ്റേക്ക് റിപ്പീറ്റ് ചെയ്യാന്ന് പറയുന്നത്. അങ്ങനെ ടൈം ഫ്രീസ് ആയിട്ട് നമ്മുടെ ഹീറോയിൻ വീണ്ടും റീബ്രോൺ ആണ് കേട്ടോ. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ ഇവളെ എൻഗേജ്മെൻ്റ് ആണ്. അപ്പോൾ ആ ഫിയാൻസി ആണെങ്കിൽ പറയുന്നുണ്ട് ചടങ്ങ് സ്റ്റാർട്ടായെന്ന് പറഞ്ഞിട്ട്. ഈ സമയത്ത് ഹീറോയിൻ പറയുന്നുണ്ട്, എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഇവനായിട്ട് ഒരു പെട കൊടുക്കുന്നുണ്ട്. കാരണം പാസ്റ്റ് ലൈഫിൽ ഇവനും ഇതുപോലെ സിസ്റ്ററും അച്ഛനും കൂട്ടായിരിക്കും ഇവിടെ കൊന്നിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഇവൾക്ക് അറിയാമല്ലോ ഇവരുടെ ക്യാരക്ടർ എന്തൊക്കെയാണ്. എന്നിട്ട് പറയാണ്, എനിക്ക് നിന്നെ മാരേജ് ചെയ്യാൻ താല്പര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോ അവിടേക്ക് വരുന്നുണ്ട്. ഹീറോനെ കാണുന്ന സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഭയങ്കര ഹാപ്പിയൊക്കെ ആവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവളാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ട് ഈ ഫിയാൻസിക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. കാരണം ഇത്ര നാൾ നമ്മുടെ ഹീറോനെ എനിമിയായിട്ടല്ല കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഇവനോട് ഭയങ്കര സ്നേഹം. എന്നിട്ട് നമ്മുടെ ഹീറോയും പറയുന്നുണ്ട് നമുക്ക് പോകാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ ഫിയാൻസി ആണെങ്കിൽ ഇവളെ കൈ പിടിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇവളെ എൻ്റെ ഭാര്യയാൻ പോണ പെൺകുട്ടിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിലാണ് നമ്മുടെ ഹീറോയ്ക്ക് നല്ല ദേഷ്യമൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഫിയാൻസിക്ക് ഒരു അടി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഹീറോയും പറയുന്നുണ്ട്, എനിക്ക് നിന്നെ മാരേജ് ചെയ്യാൻ താല്പര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, എന്നാൽ നമുക്ക് പോകാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ഹീറോയിനും ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഹീറോ ആണെങ്കിൽ ഇവനിട്ട് ഒരു ചവിട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടേക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇവിടെ മാരേജ് ചെയ്യാൻ നീ ആരാന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ഈ ഫിയാൻസിൻ്റെ അടുത്ത് സംസാരിക്കണം. എന്നിട്ട് ഹീറോയിൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിൽ ഈ ഫിയാൻസിക്കാണെങ്കിൽ നല്ല ദേഷ്യമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ ഹീറോ ആണെങ്കിൽ ഒരു ശരിക്കും സഹിക്കുകയാണ് കേട്ടോ. ഇവനാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇവളെ ഭയങ്കരമായിട്ട് ടോർച്ചറൊക്കെ ചെയ്യാൻ കേട്ടോ. നീ എസ്കേപ്പ് ആയതല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. പിന്നീട് നെക്സ്റ്റ് ഡേ ആണ് കാണിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് ഡേ മോർണിംഗ് ടൈമിലാണെങ്കിൽ നമ്മുടെ ഹീറോയിന് കുറച്ച് ഇഞ്ചുറിയൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. അതിലൊക്കെ അവൾ മരുന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ ഹീറോയും പറയുന്നുണ്ട്, ഞാനിങ്ങനെ ഒരിക്കലും എസ്കേപ്പ് ആവില്ല എന്ന് പറയുന്നുണ്ട്. ഞാൻ നിന്നെ വീട്ടിൽ പോകില്ല എന്ന് പറയുന്നുണ്ട്, പ്രോമിസ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ഇത് കേട്ടിട്ട് അത്രയാണ് വിശ്വാസം വരുന്നില്ല കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോ ചോദിക്കുന്നത്, നീ പറഞ്ഞത് സത്യമാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവളും അതെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവൻ പറയാണ്, നീ പറഞ്ഞത് സത്യമാണെന്ന് ഞാൻ തൽക്കാലം വിശ്വസിക്കുന്നു പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഉണ്ടല്ലോ അവളെ കൊന്ന കാര്യങ്ങളൊക്കെയാണ് ഓർമ്മ വരുന്നത് കേട്ടോ. അവർ വെള്ളത്തിൽ മുഖേരി കൊന്നിട്ടുണ്ടായിരിക്കും. ഈ ടൈമിലാണെങ്കിൽ ഒരു വോയിസ് മെസ്സേജ് വരുന്നുണ്ട് കേട്ടോ അവളെ ഫിയാൻസിയുടെ. അപ്പോൾ ഇവളാണെങ്കിൽ ആ ഫോൺ എടുക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഹീറോയ്ക്ക് ദേഷ്യം പറയുകയാണെങ്കിൽ നീ എസ്കേപ്പ് ആയിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ കൊന്നുകളെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ഫിയാൻസിനെ കാണിക്കേണ്ടത്. ഫിയാൻസിയും അതുപോലെ തന്നെ അവളെ സിസ്റ്ററും ഡാഡിക്ക് കൂടി എന്തൊക്കെ പ്ലാൻ ചെയ്യണം, എന്തായാലും അവളെ നമ്മുടെ അടുത്തേക്ക് എന്തായാലും എത്തിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഞാൻ ഏറ്റവും പറയുന്നുണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഹീറോ ആണെങ്കിൽ എടുത്തുകൊണ്ടാണ് വരുന്നത് കേട്ടോ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ സമയത്താണെങ്കിൽ അവിടെ അവൻ്റെ ഒരു ബ്രദർ ഇരിക്കുന്നുണ്ട്. അവന് തീരെ ഇഷ്ടമൊന്നുമില്ല. എന്നിട്ട് ഇവനാണെങ്കിൽ ഒരുപാട് ഫുഡ് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അതായത് ഒരുപാട് ഷെഫ്. അപ്പോൾ ഇത് കാണാൻ നമ്മുടെ ഹീറോയിൻ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് ഷോക്ക് ആവേണ്ടത്. എന്നിട്ട് പറയണത് നിനക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണെന്ന് വെച്ചാൽ കഴിച്ചു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയുന്നത് എനിക്കിതൊന്നും വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ ആ ടേബിളിൽ ഇരിക്കുന്ന ഫുഡ് ഉണ്ടല്ലോ ആ ഫുഡിന് ഒരു സൂപ്പ് എടുത്തിട്ട് നമ്മുടെ ഹീറോയ്ക്ക് കൊടുക്കണം. എന്നിട്ട് പറയുന്നത് ഹെൽത്തിന് നല്ലതെന്ന് പറഞ്ഞിട്ട് കോരി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുന്ന സമയത്ത് നമ്മുടെ ഹീറോ ഒന്ന് ഷോക്ക് ആവാൻ കേട്ടോ. കാരണം ഇവളിതുപോലെ അവനെ ട്രീറ്റ് ചെയ്തിട്ടൊന്നുമില്ല. ഈ ബ്രദറിനാണെങ്കിൽ ഇത് കണ്ടു കഴിഞ്ഞിട്ട്
കഴിഞ്ഞിട്ട് നല്ല ദേഷ്യം കൊണ്ട് പറയാണ് എസ്കേപ്പ് ആവാനുള്ള പ്ലാനല്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയും പറയുന്നുണ്ട് എനിക്ക് പഠിക്കാൻ പോകണമെന്ന് പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും എസ്കേപ്പ് ആവില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ, പ്ലീസ് എന്ന് പറഞ്ഞാൽ റിക്വസ്റ്റ് ചെയ്യേണ്ട. ആ സമയത്ത് ഹീറോ ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ സ്കൂളിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ ഇവിടെ പോണ ടൈമിലുണ്ടല്ലോ നമ്മുടെ ഫിയാൻസ് ഉണ്ടല്ലോ ഇവളെ കയറി പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ നമ്മുടെ ആ പയ്യനുണ്ടല്ലോ നമ്മുടെ ഹീറോൻ്റെ ബ്രദറിനെ പോലെ കാണുന്ന പയ്യനാണ്, അവൻ കാണുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവനാണെങ്കിൽ നമ്മുടെ ഹീറോയ്ക്ക് കോൾ ചെയ്യേണ്ട. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയും പറയുന്നുണ്ട് നീ എന്തിനാണ് ഇങ്ങനെ ചെയ്യണമെന്ന് ചോദിക്കേണ്ടത്. ഈ സമയത്ത് ഫിയാൻസി പറയുന്നുണ്ട് നീ ചുമ്മാ പറഞ്ഞതല്ലേ ചോദിക്കേണ്ടത് എൻ്റെ മാരേജ് ചെയ്യുന്നത്. അപ്പോഴേക്കും നമ്മുടെ ഹീറോയിനാണെങ്കിൽ റെക്കോർഡ് ഓൺ ആക്കിയിട്ട് അവൾ പറയുകയാണ് ഞാൻ ചുമ്മാ പറഞ്ഞതല്ല, എനിക്ക് നിന്നെ മാരേജ് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട്, നീ വെറുതെ എൻ്റെ പിന്നി കൂടെ നടക്കുന്ന സമയത്ത്. ഈ സമയത്താണെങ്കിൽ നമ്മുടെ ആ ബ്രദർ പയ്യനാണെങ്കിൽ ഹീറോയിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോഴേക്കും മാഷ് വന്നിട്ട് അവനെ പിടിച്ച് കൊണ്ടുപോകണ്ടായിരിക്കും, ക്ലാസ് കട്ട് ചെയ്ത് നടക്കണമെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഈ ഫിയാൻസിനെ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് മോശമായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ട് കേട്ടോ. സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിന് ഒരു അടി വെച്ച് കൊടുക്കുന്നുണ്ട് അവന്. അപ്പോൾ ആ ടൈമിൽ കറക്റ്റ് നമ്മുടെ ഹീറോ ആണെങ്കിൽ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. ഹീറോ വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഫിയാൻസിക്കിട്ട് നല്ല പെട കൊടുക്കുന്നുണ്ട്. ഹീറോ ചോദിക്കുന്നുണ്ട് നീ ഓക്കെ അല്ലെന്ന് ചോദിക്കേണ്ട. ആ സമയത്ത് നമ്മുടെ ഹീറോയിനാന്ന് പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ ഇവൻ്റെ കൂട്ടൂരിട്ട് കൊടുക്കുന്നുണ്ടാ. എന്നിട്ട് പറയണേ നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ ഇവളെ ടച്ച് ചെയ്യുന്നു ചോദിക്കുന്നുണ്ടാ. ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിനെ കൊല്ലാൻ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയുന്നത് വേണ്ട കൊല്ലണ്ടെന്ന് പറയുന്നുണ്ടാ. അപ്പോൾ നമ്മുടെ ഹീറോ ചോദിക്കുന്നുണ്ട് എന്താ നിനക്ക് സിമ്പതാണെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയണം അല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ, എനിക്ക് നിന്നോർത്തിട്ടാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ സംസാരിക്കാൻ. ഹീറോ ആണെങ്കിൽ അവൾ എടുത്തുകൊണ്ട് പോരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ട് ഡോക്ടറാണ്, അവനാണെങ്കിൽ ഇവൾക്ക് കുറച്ച് ഇഞ്ചുറി പറ്റുന്നുണ്ടായിരിക്കും, അതൊക്കെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോ കരയുന്നുണ്ട്. അപ്പോൾ ഇവളാണെങ്കിൽ നീ എന്തിനാ കരയണേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയും ഇനി നിനക്ക് ഇങ്ങനെ വരാണ്ട് ഞാൻ നോക്കിക്കോളാന്ന് പറയുന്നുണ്ട്. അതേസമയം നമ്മുടെ ഹീറോ ആണെങ്കിൽ അവനെ തന്നെ ശിക്ഷിക്കുകയാണ്. കാരണം വേറൊന്നല്ല നമ്മുടെ ഹീറോയിന് ഇഞ്ചുറി പറ്റില്ല, അതുപോലെ തന്നെ അവനും പറ്റട്ടെ എന്ന് വെച്ചിട്ട്. എന്നിട്ട് ഈ ബ്രദർ വന്നിട്ട് ഹീറോൻ്റെ അടുത്ത് പറയാണ് അവൾ ശരിയല്ല എന്ന് പറയേണ്ടത്, അവളെ വിട്ടേക്കെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോ അത് കേൾക്കണമെന്നില്ല. പിന്നീട് നമ്മുടെ ഹീറോ വന്ന് കഴിഞ്ഞിട്ട് ഇവൾക്കാണെങ്കിൽ സൂപ്പൊക്കെ കോരി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതേ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിൻ ഉണ്ടല്ലോ അവളെ ഫ്രണ്ടിന് കോൾ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇവളെ ഫിയാൻസി കോൾ ചെയ്തിട്ട് പറയാണ് നമുക്കൊന്ന് മീറ്റ് ആക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് നമ്മുടെ ഫിയാൻസിയും അതുപോലെ ഇവരൊക്കെ ഇന്ന് സംസാരിക്കാനായിട്ട് പറയണം, അവളെന്നെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും അവളെൻ്റെ അടുത്തേക്ക് വരുന്നു പറയണ്ടേ. ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഈ ബ്രദർ ഉണ്ടല്ലോ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഫുഡൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഫ്ലാഷ് കാണിക്കുന്നുണ്ട്, നമ്മുടെ ഹീറോ പറഞ്ഞിട്ടുണ്ടായിരിക്കും ഹീറോയിനെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യണം, അവളെ ലോക്ക് ചെയ്യണം, അവളെ എവിടേക്കും പോകാണ്ട് നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും കേട്ടോ. പിന്നീട് നമ്മുടെ ഹീറോ വരുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയിൻ വന്നിട്ട് പറയണേ ഞാൻ നിന്നെ മിസ് ചെയ്തെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോയിൻ പറഞ്ഞിട്ട് സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞിട്ട് ഈ ടൈമിൽ ഇവള് പറഞ്ഞ ഇഞ്ചുറി റെഡി ആയെന്ന് പറഞ്ഞു. അപ്പോൾ ഹീറോ നോക്കുന്ന സമയത്ത് ഇല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് നമ്മുടെ ഹീറോ എവിടേക്ക് ഒരു ബിസിനസ്സിന് പോവുകയാണ്. ഈ സമയത്ത് നമ്മുടെ ഹീറോയിനെ ലോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും, ഇവള് കഥക് തുറക്കാൻ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ ആ ചെക്കനാണെങ്കിൽ കഥക് തുറക്കണില്ല. എന്നിട്ട് ഇവള് പറയാണ് ഇനി ഇവിടെ നിന്ന് ചേരാവില്ല എന്ന് പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ വേഗം അവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ നോക്കണം. വേറെ ഒന്നല്ല നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ പാസ്റ്റ് ലൈഫിൽ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ടായിരിക്കും, അത് ഈ ദിവസമാണ് കേട്ടോ. അത് ഓർത്തിട്ടാണ് ഇവൾ ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുന്നത്. ഇത് കണ്ടി ബ്രദറാണെങ്കിൽ നമ്മുടെ ഹീറോയ്ക്ക് കോൾ ചെയ്തിട്ട് പറയാണ് അവളെ എസ്കേപ്പ് ആയെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോ ഒന്ന് ഷോക്കാണ്. എന്നിട്ട് പറയാണ് അവൾ എന്നെ വിട്ട് പോകില്ല എന്ന് പറഞ്ഞിട്ട് അവൾ എന്നെ ചീറ്റ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ ഹീറോയിനെ കാണിക്കുന്നുണ്ട്. ഇവളാണെങ്കിൽ നമ്മുടെ ഹീറോ ഉള്ള പ്ലേസിലേക്കാണ് പോകുന്നത് കേട്ടോ. കാരണം അവന് ആക്സിഡൻറ്റ് സംഭവിക്കുന്ന അവൾക്ക് അറിയാം. എന്നിട്ട് ഇവളാണെങ്കിൽ ഓടി വരുന്നുണ്ട്. ഈ ടൈമിൽ നമ്മുടെ ഹീറോയ്ക്ക് ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ടായിരിക്കും. കുറേ റൗഡികൾ നമ്മുടെ ഹീറോനെ പിടിച്ച് ലോക്കായിട്ടുണ്ടായിരിക്കും. ആ സമയത്ത് നമ്മുടെ ഹീറോയും വരുന്നുണ്ട് അവിടേക്ക്. എന്നിട്ട് നമ്മുടെ ഹീറോനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഹീറോ ചോദിക്കുന്നത് നീ എന്തിനാ വന്നേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയും പറയുന്നുണ്ട് ഞാൻ നിന്നെ രക്ഷിക്കാനാണ് വന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഹീറോ പറയുന്നുണ്ട് അതിനെന്തിനാ നീ ചിലപ്പോൾ മരിച്ചു പോകുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയും പറയുന്നുണ്ട് ഞാൻ മരിച്ചാലും കുഴപ്പമില്ല എന്ന് പറയുന്നത് എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണ് ഞാൻ റൗഡി പറയാണ് എന്നാൽ രണ്ടുപേരും മരിച്ചു എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിലോ ഒരു മ്യൂസിക് ഒക്കെ ഓൺ ചെയ്തിട്ടുണ്ടായിരിക്കും, പോലീസ് വരണ പോലെ. ഇതൊക്കെ കേട്ട് അവിടുത്തെ റൗഡീസൊക്കെ ഓടിപ്പോണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ ഈ റൗഡി ആണെങ്കിൽ നമ്മുടെ ഹീറോയ്ക്ക് ആണെങ്കിൽ ഗൺ ഷൂട്ട് കൊടുക്കണ്ടായിരിക്കും. അങ്ങനെ ഹീറോ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. ഈ സമയത്താണെങ്കിൽ ഈ ചെക്കൻ വന്നിട്ട് ഹീറോയിനെ ചീത്ത പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ അവൻ്റെ സർജറി ഒക്കെ കഴിഞ്ഞിട്ട് സക്സസ് ആയെന്ന് ഡോക്ടർ വന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഹീറോയിൻ നമ്മുടെ ഹീറോൻ്റെ അടുത്ത് പോകുന്ന സമയത്ത് ബ്രദർ വന്നിട്ട് പറയുകയാണ് നീ അവൻ ടച്ച് ചെയ്യണ്ടെന്ന് പറയുന്നുണ്ട്, നീ കാരണമാണ് എൻ്റെ ബ്രദറിനെ ഇങ്ങനെ സംഭവിച്ചത് പറഞ്ഞിട്ട് അവളെ വഴക്ക് പറഞ്ഞു. ഈ സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട് കൂളാവാൻ പറയുന്നുണ്ട് കേട്ടോ. അവൾ കാരണക്കാരെന്നല്ല, അവളാണ് ശരിക്കും ആക്ച്വലി ഹെൽപ്പ് ചെയ്യുന്നത് പറഞ്ഞിട്ട് ഇവളെ കഴുത്തിൽ ഇഞ്ചുറി പറ്റുന്നുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മുടെ ഡോക്ടറാണ് ട്രീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോ നല്ല രീതിയിൽ കെയറൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കാണുന്ന സമയത്ത് ഈ ബ്രദറിനാണെങ്കിൽ ഉണ്ടല്ലോ ഇപ്പോൾ ഇവളോട് പുച്ഛിക്കുകയാണ്. എന്നിട്ട് ഇവളാണെങ്കിൽ വാഷ് ചെയ്യാൻ വരുന്ന സമയത്ത് ഇവൻ പറയാണ് ഇതൊക്കെ നിൻ്റെ ആക്ടിങ് അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയും കോൾ ചെയ്യേണ്ട ആ ഫിയാൻസിക്ക് എന്നിട്ട് പറയുന്നുണ്ട് വാ നമുക്ക് നാളെ മീറ്റ് ചെയ്യുന്ന പറയുമ്പോൾ ഇവനും ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയും വരുന്ന സമയത്ത് ബ്രദർ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കാണ്ട് ഇവന് എപ്പോഴും ഇവിടെ ഡൗട്ടാണ്. ഈ സമയത്ത് ഇവളാണെങ്കിൽ ആ ടവലെടുത്ത് അവനെ മോത്തി കയറിഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇത് കണ്ട് ഈ ചെക്കനും ദേഷ്യം വരുന്നുണ്ട്, നിന്നെ ഞാൻ കാണിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നീട് നമ്മുടെ ഹീറോൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ഹീറോ വന്ന് പാടെ തന്നെ ചോദിക്കുന്നത് നീ എവിടെയാണ് ചോദിക്കുന്നത് നമ്മുടെ ഹീറോയിൻ. അപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ അവൾക്ക് കുഴപ്പമൊന്നുമില്ല, അവൾ സേഫാന്ന് പറഞ്ഞു. ആ സമയത്ത് ഹീറോയിൻ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ഇവളെ കാണുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇവളെ വന്ന് ഹഗ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നത് ഇതുപോലെ നീ ആ പ്ലേസിലേക്ക് ഒന്ന് വരാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ബ്രദർ പറയാണ് ഇവളൊക്കെ ജസ്റ്റ് ആക്ടിങ് എന്ന് പറയുന്നത്. ഈ സമയത്ത് ഹീറോ പറയേണ്ട അവൾ ആക്ടിങ് അല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ, അവൾ റിയൽ ആണെന്ന്
എന്ന് പറയുന്നുണ്ട്, ഇവൾക്ക് ആരാണെങ്കിൽ രക്ഷപ്പെട്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ എല്ലാ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറയണ ഇനി നമ്മളിവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് ബ്രദറിനെ കൊണ്ട് പോകുന്നുണ്ട്. പിന്നെ അവിടെ കുറച്ച് കുറച്ച് റൊമാൻറ്റിക് ആയിട്ടുള്ള സീൻസൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മുടെ ഹീറോയിനാണെങ്കിൽ നമ്മുടെ ആ ഫിയാൻസ് ഉണ്ടല്ലോ അവനെ മീറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോ കിടന്ന് ഉറങ്ങായിരിക്കും. അപ്പോൾ ഈ ടൈമിൽ അവൾ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ബ്രദർ വന്ന് നോക്കുന്ന സമയത്ത് ഹീറോയിനെ കാണില്ല. നമ്മുടെ ഹീറോ ചോദിക്കുന്നുണ്ട് അവൾ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവളെ കാണില്ലെന്ന് പറയണ്ട. ഈ സമയത്ത് ബ്രദർ പറയണം അവളെ എസ്കേപ്പ് ആയിട്ടുണ്ടെന്ന് പറയണ്ട. അപ്പോൾ നമ്മുടെ ഹീറോ പറയുന്നുണ്ട് അവൾ എന്തായാലും എന്നെ വിട്ട് പോകില്ല, എന്തോ അവൾക്ക് ആപത്ത് സംഭവിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് ഹീറോ ആണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഫിയാൻസ് മീറ്റ് ചെയ്യുന്ന പ്ലേസിലേക്ക് വന്നിട്ടുണ്ട്. വേറെ ഒന്നിനല്ല, ഇവളെ സ്വത്തുക്കളൊക്കെ ഇവന് എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇവളെ കൊന്നിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഇവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് കാണിച്ച സമയത്ത് ഈ ചെക്കന് ദേഷ്യം വരുന്നുണ്ട്. നമ്മുടെ ഹീറോ ആണെങ്കിൽ നമ്മുടെ ഹീറോയിനുള്ള പ്ലേസിലേക്ക് വരുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിനെ ഫിയാൻസി കുത്തിണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് കണ്ട് നമ്മുടെ ഹീറോയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അപ്പോഴേക്കും പോലീസ് വന്ന് ഇവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിണ്ടായിരിക്കും കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിനോട് പറയേണ്ടത് നീ എന്തിനും ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഹീറോയും പറയുന്നുണ്ട് ഇവൻ എന്തായാലും അറസ്റ്റ് ചെയ്യണം, അതിന് വേണ്ടിയിട്ടാണ്. ശരിക്കും അവനെ പ്രൊവോക്ക് ചെയ്താണ് കേട്ടോ. കാരണം അവനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് കണ്ട ബ്രദറിന് കുറച്ച് സിമ്പതിയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. ഹീറോ പറയുന്നുണ്ട് നീ വിഷമിക്കണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഡോക്ടർ പറയുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോയും പറയുന്നുണ്ട് ഞാൻ ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ സമയത്ത് ഹീറോ പറയുന്നുണ്ട് നിന്നോട് ഇതിന് ചെയ്ത് ഞാൻ എന്തായാലും അവരോട് റിവെഞ്ച് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡോക്ടറും പറയുന്നുണ്ട് അവൾക്ക് ഇപ്പോൾ റെസ്റ്റ് വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് അവളെ സിസ്റ്ററും ഫാദറിനൊക്കെയാണ്, അതായത് ഫിയാൻസിനെ അറസ്റ്റ് ചെയ്ത് പോയില്ലേ ഇനി നെക്സ്റ്റ് ഇവരാന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇവർക്ക് ഇത് കേട്ട് പേടിക്കാൻ വേണ്ടി പിന്നീട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് വന്നിട്ട് നമ്മുടെ ഹീറോ നല്ല രീതിയിൽ അവളെ കെയറൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് കണ്ട് ബ്രദറിനും ഭയങ്കര വിഷമൊക്കെ ആവുന്നുണ്ട്. പിന്നെ ഈ സിസ്റ്ററും ഫാദറും നോക്കുന്ന സമയത്ത് പോലീസുകാർ അവർ വീട്ടിലേക്ക് വരുന്നതായിട്ട് അവർ കാണുന്നുണ്ട് കേട്ടോ. ഇവർ പറയുകയാണെങ്കിൽ ഇവിടെ നിന്ന് ശരിയാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് വേഗം ഇവിടെ നിന്ന് രക്ഷപ്പെടുന്ന പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഹീറോയിനാണ് കേട്ടോ. ഇപ്പോൾ അവൾ ഡിസ്ചാർജൊക്കെ ആയിട്ടുണ്ട്, ഇവളെ ഹെൽത്തൊക്കെ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ബ്രദർ വന്നിട്ട് പറയുകയാണ് സിസ്റ്ററിലോ എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിന് ഷോക്ക് കിട്ടുക. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോ പറയുകയാണെങ്കിൽ ഇപ്പോഴാണ് എനിക്ക് ശരിക്കും ബുദ്ധി വന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ബ്രദറും പറയുന്നുണ്ട് സോറി എന്ന് പറഞ്ഞിട്ടോ. സിസ്റ്ററിലോ പാവാന്നൊക്കെ പറഞ്ഞ് സംസാരിക്കാൻ ഇവളെ ടച്ച് ചെയ്യാൻ പോകുന്ന സമയത്ത് ഹീറോ പറയുകയാണെങ്കിൽ നീ ഇവളെ ടച്ച് ചെയ്യണേ, ഞാൻ ഇവളെ ടച്ച് ചെയ്തോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രദറും പറയും ഹോ ഭയങ്കര പോസിറ്റീവൻസ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് സിസ്റ്ററും അതുപോലെ ഫാദറും വന്നിട്ട് പറയുന്നത് നമ്മുടെ ഹീറോയിനെ കൊന്നുകളയെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു പട്ടിക്കുട്ടീനെ അവിടെ നിൽക്കണ്ടായിരിക്കും, നമ്മുടെ ഹീറോയിൻ്റെ ആയിരിക്കും. അവളാണെങ്കിൽ ആ പട്ടിക്കുട്ടീനെ ഇങ്ങനെ എടുക്കാൻ വരുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ ഇവർ കാർ കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. അവൾ ഇടിച്ച് കൊല്ലാനാണ്. അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ നമ്മുടെ ഹീറോ മോളിൽ നിന്ന് കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോ ആണെങ്കിൽ അവിടെ നിന്ന് ചാടി ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതേ സമയത്ത് നമ്മുടെ ഹീറോയിനെ വണ്ടി ഇടിക്കാൻ വരുന്ന ടൈമിൽ കറക്റ്റ് നമ്മുടെ ഹീറോ ആണെങ്കിൽ അവളെ പിടിച്ച് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ കാണുന്നുണ്ട് നമ്മുടെ ഈ ഫാദറും സിസ്റ്ററാണ് കാറിൽ നിന്ന് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോ പറഞ്ഞു നീ സേഫായിട്ട് ഇവിടെ നിൽക്കും, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ കാർ എടുത്ത് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അതായത് അവരെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മുടെ ഹീറോ ആണെങ്കിൽ അവരെ കാറിനെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ട സിസ്റ്റർ പറയാണ് ആകെ പെട്ടു എന്ന് പറയുന്നുണ്ട്. ദേന അവൻ വരുന്നുണ്ട്, ആൻജൽ എന്നാണ് കേട്ടോ നമ്മുടെ ഹീറോൻ്റെ പേര്. അവൻ നമ്മുടെ കാറിനെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ സമയത്ത് ഡാഡിക്കും പേടിയാവുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോ ഓവർടേക്ക് ചെയ്തിട്ട് അവരുടെ ഫ്രണ്ടിൽ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോ വന്നു കഴിഞ്ഞിട്ട് അയാളെ പിടിച്ചിട്ട് പറയണേ എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ എൻ്റെ വൈഫിനെ തൊടുന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ഇയാളെ പിടിച്ചടിക്കേണ്ട. ഈ സമയത്ത് ഈ പെണ്ണിന് പേടിയാവുന്നു കേട്ടോ. പെണ്ണിന് നല്ല അടി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ് നീ ഓക്കെ അല്ലേ ചോദിക്കേണ്ട. അപ്പം നമ്മുടെ ഹീറോയിനും പറയണേ ഞാൻ ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോ പറയണേ ഞാനുള്ളിടത്തോളം കാലം നിനക്കൊന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവ നല്ല രീതിയിൽ അവൾ കംഫർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോയിനും ഹാപ്പിക്ക് ആവുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ പട്ടിക്കുട്ടിക്ക് ചെറുതായിട്ട് ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അത് വന്നിട്ട് നമ്മൾ ഡോക്ടറാണെങ്കിൽ ട്രീറ്റ് ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയാം നെക്സ്റ്റ് ടൈമിൽ ഇതൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരും ആന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കാനുണ്ടോ. നമ്മുടെ ഹീറോനെ നമ്മൾ നല്ല രീതിയിൽ ടോർച്ചറൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ ആയിരിക്കും നമ്മുടെ ഹീറോൻ്റെ ക്യാരക്ടർ ഇങ്ങനെ ഒരു സൈക്കായി മാറിയിട്ടുണ്ടായിരിക്കും കേട്ടോ. കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ അതിനുശേഷം നമ്മുടെ ഹീറോയിനും പറയുകയാണ് ഞാനിപ്പോൾ നല്ല ഹാപ്പി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ കോളേജിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോ വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോനെ ഒരു ബോഡി ഗാർഡിനെ അവിടെ നിയമിച്ചിട്ടുണ്ടായിരിക്കും നമ്മുടെ ഹീറോയിനെ എന്തൊക്കെ ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ആ ബോഡി ഗാർഡാണെങ്കിൽ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ ഒരു ചെക്കനായിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ സംസാരിക്കേണ്ടത് ഇതാണ് ഈ ബോഡി ഗാർഡ് കറക്റ്റ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് ഹീറോ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ കോളേജ് വന്നിട്ട് ഇവളെ എടുത്തുകൊണ്ട് പോയിട്ട് പറയാണ് നീയല്ല പറഞ്ഞ ഒരാളായിട്ടും ക്ലോസ് ആവില്ല. എന്നിട്ട് ആ ചെക്കൻ ആരാന്ന് ചോദിക്കുമ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയും പറയുന്നുണ്ട് എനിക്ക് അവൻ അറിയും കൂടില്ല എന്ന് പറഞ്ഞിട്ട് ആക്ച്വലി ഒരു പെൻ ബോയ് ബാവ് എടുത്ത് കൊടുത്താണ് അങ്ങനെ സംസാരിച്ചെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എൻ്റെ മനസ്സിലായിരുന്നു നീ തന്നെയാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു തരത്തിൽ അവനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്നുണ്ട്. പിന്നീട് നമ്മുടെ ഹീറോയിൻ രണ്ടുപേരും കൂടി ജയിലിലേക്ക് വരാനുണ്ട് ഇവരെ കാണാൻ വേണ്ടിയിട്ട്. ഇവർ വന്നിട്ട് പറയുകയാണ് പ്ലീസ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നൊക്കെ പറയുന്നത് ഞങ്ങളിങ്ങനെ തെറ്റ് റിപ്പീറ്റ് ചെയ്യലാന്ന് പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്താണ് നമ്മുടെ ഹീറോയിൻ പറയുന്നത് നിങ്ങൾ എന്നോട് ചെയ്ത് എന്തൊക്കെയാണെന്ന് അറിയേണ്ടത് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഹീറോൻ്റെ അടുത്ത് പറയുന്നത് വാ നമുക്ക് പോകാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഫിയാൻസിയും അതുപോലെ സിസ്റ്റർ ഉണ്ടല്ലോ അവർ തമ്മിൽ അങ്കടിയാണ് കേട്ടോ. ഫിയാൻസി പറയുന്നത് നീ എന്നെ സെഡ്യൂസ് ചെയ്ത കാരണം അല്ലെങ്കിൽ ഞാൻ അവളെ കല്യാണം കഴിച്ചെന്നൊക്കെ പറയുന്നത്. അങ്ങനെ അവർ തമ്മിൽ അങ്ങോട്ട് പൊരിഞ്ഞടിയാവുന്നുണ്ട് കേട്ടോ. പിന്നീട് നമ്മുടെ ഹീറോയിൻ സാഡായിരിക്കുകയാണ്. ഈ സമയത്ത് ഹീറോ പറയുന്നത് നീ എന്തിനാ സാഡാവണ്, നിൻ്റെ കൂടെ എന്ന് ഞാൻ ഉണ്ടായിരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ കംഫർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നീട് നമ്മുടെ ഹീറോയിൻ ലോക്ക് ചെയ്ത് വെച്ചിട്ടാണ് നമ്മുടെ ഹീറോയിൻ
ഹീറോയിന് ചെയ്ത പോലെ കേട്ടോ. എന്നിട്ട് ഇവള് ക്ലോസ് ആയിട്ട് വരുന്നത്, എന്നിട്ട് പറയുകയാണ് ഇപ്പം എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോ പറയണേ നീ ഒരിക്കലും എന്നെ നിന്ന് എസ്കേപ്പ് ആവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോകളോട് സംസാരിക്കേണ്ട അങ്ങനെ ഒരു സീനോട് കൂടി ഈ ഡ്രാമ ഉണ്ടാവാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ.